ഇന്നത്തെ നമ്മുടെ റെസിപ്പി സൽക്കാരങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കിട്ടില്ല ടേസ്റ്റുള്ള ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള, അതുപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഇതൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വനില ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കസ്റ്റേർഡ് പൗഡർ എടുക്കുമ്പോൾ ഒത്തിരി കുത്തി നിറച്ചിട്ട് എടുക്കേണ്ട, ഇതുപോലെ ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ സാധാരണ ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാകും. ഇതിലേക്ക് ഒരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസിൻ്റെ പാക്കറ്റ് മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 6 ഗ്രാം ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പകുതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് എടുത്തിട്ട് കട്ടാക്കി എടുത്താൽ ഏകദേശം കറക്റ്റായിട്ട് 6 ഗ്രാമോളം ഉണ്ടാകും. അത് തൈര് വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഏകദേശം 500 ml പാല് മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും, പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 ടിന്ന് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാമിൻ്റെ ടിന്നിൻ്റെ 1/4 ഭാഗത്തോളമാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് ഏകദേശം കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉള്ളത്. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഈ ഒരു ടിന്ന് മൊത്തത്തിൽ ചേർക്കാവുന്നേ ഉള്ളൂ. കൂടെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മിൽക്ക് മെയ്ഡ് ഇങ്ങനെ അടിക്ക് പിടിക്കും. നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പാലിതാ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിൻ്റെ 60 ഗ്രാമോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം പകുതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് കട്ടാക്കി എടുത്താൽ കറക്റ്റായിട്ട് 60 ഗ്രാമോളം ഉണ്ടാകും. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ബട്ടർ പാലിൽ കിടന്നിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. മറ്റൊരടുപ്പിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു ചൈന ഗ്രാസ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൈന ഗ്രാസ് നന്നായിട്ട് അങ്ങ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. കുതിർത്തിയെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു സമയം കൊണ്ട് ബട്ടറൊക്കെ നല്ല പോലെ പാലിൽ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. പാലൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റേർഡ് ഉണ്ടല്ലോ, അത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ഈ ഒരു പാലിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. കാരണം നല്ല തിളച്ചിട്ടുള്ള പാലിലേക്ക് ഈ ഒരു മിക്സ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കസ്റ്റേർഡിന് റോ ടേസ്റ്റൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരുന്നവരെ വേവിച്ചെടുക്കാം. കസ്റ്റേർഡൊക്കെ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം കിട്ടാനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ചൈന ഗ്രാസ് നല്ല രീതിയിൽ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സിലേക്ക് മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചൂടിൽ കിടന്നിട്ട് മൊത്തത്തിൽ അങ്ങ് മെൽറ്റായിട്ട് വന്നോളും. നല്ല പോലെ തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 പീസ് ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ചെറിയ ബ്രെഡാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6 എണ്ണം വരെ എടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം വലിയ സൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് മൊത്തത്തിൽ ഇതുപോലെ ഒരു മിക്സിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ 4 സൈഡും കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ ഇട്ടുകൊടുക്കാനായിട്ട്. ഈ ഒരു ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ പോർഷൻ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടില്ല. ഇനി തവി വെച്ചിട്ട് നല്ല പോലെ അങ്ങ് ഉടച്ചിട്ട് എടുക്കുക. ഇനി ഇത് ഈ ഒരു മിക്സിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് കിട്ടട്ടെ. പിന്നെ തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല, ഓഫാക്കിയിട്ടാണ് ഉള്ളത്. ഓഫാക്കിയതിന് ശേഷം വേണം ഇത് ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്.
ഇനി ഒരു മിക്സ് ഒന്ന് തണുത്തിട്ട് വരട്ടെ, അതിനായിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഈ ഒരു മിക്സ് ഇതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇതിൽ ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയായിട്ട് വരും. ഇതുപോലെ ഒരു മീഡിയം തണുപ്പ് പോയി കഴിഞ്ഞാൽ ഇനി ഇത് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു ചൂട് മാത്രമേ പാടുള്ളൂ. നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കാം. ഇനി പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രേ എടുക്കുക. ഇനി സ്റ്റീലിൻ്റെ ട്രേ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബൗളിൽ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റീലിൻ്റെ ട്രേ ആണ് എടുക്കണമെങ്കിൽ കുറച്ച് നെയ്യ് എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടിച്ചെടുത്തുള്ള മിക്സ് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പുഡിങ് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് സെറ്റായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഡെക്കറേഷനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്തത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതിയാകും. ഇതന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റാക്കിയിട്ട് എടുക്കാം. പുഡിങ് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുക. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ സ്ക്വയർ ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് പാർട്ടികളൊക്കെ കേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ക്യൂബായിട്ട് കട്ടാക്കി എടുത്താലും മതിയാകും. ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ടെക്സ്ചറൊന്നുമല്ല, നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. എന്നാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ് കൂടിയാണിത്. അപ്പോൾ പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിട്ടിലൻ ടേസ്റ്റാണ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ബട്ടർ പുഡിങ് ഇതേ രീതിയിൽ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്